ആപ്കി അദാലത്തിൽ ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രി എസ് ജയശങ്കറിന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം ഇദ്ദേഹത്തിന് രാജ്യത്തിന്റെ പേര് ചീത്തയാക്കുന്നവരെ തടഞ്ഞു നിർത്താനാകുന്നില്ല എന്നതാണ്. ഡോക്ടർ ജയശങ്കർ സർ, ലോകത്തുള്ള എല്ലാ ന്യൂസ് പേപ്പറുകളിലും, ന്യൂയോർക്ക് ടൈംസ് പോലുള്ള പേപ്പറുകളിലും, വാഷിംഗ്ടൺ പോസ്റ്റിലും ഇന്ത്യയിൽ മുസ്ലിംസ്, അതായത് മൈനോറിറ്റി പീപ്പിൾസിനെ ആക്രമിക്കുന്നു എന്ന് പറയുന്നു. താങ്കളുടെ ഫേവറേറ്റ് രാഹുൽ ഗാന്ധിയും വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ ഇവിടെ മുസ്ലിംസിന് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. പക്ഷെ ആരും അതിനുള്ള ഉത്തരം നൽകുന്നില്ല. ആദ്യം നമ്മുടെ രാജ്യത്തിൽ മിസ്ഇൻഫർമേഷൻ പരത്തുന്ന ആൾക്കാരെ എന്താ ചെയ്യേണ്ടതെന്ന് പറ. കാരണം ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവര് ഇവിടെ ഉണ്ടാവുന്ന മിസ്ഇൻഫർമേഷനും പുറം രാജ്യങ്ങളിൽ നിന്ന് വരുന്ന മിസ്ഇൻഫർമേഷനും ഇത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്യാൻ നോക്കുക. ചില സമയത്ത് കണക്ഷൻ കുറച്ച് ലൂസ് ആകാറൊക്കെ ഉണ്ട്. അപ്പൊ ജനങ്ങൾ പുറത്തേക്ക് പോയിട്ട് അത് പേഴ്സണലായിട്ട് കണക്ട് ചെയ്യാറുണ്ട്. ജോർജ് സോറോസിനെ പോലുള്ള ആൾക്കാർ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, അതായത് ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾക്ക് അവരുടെ സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? ഇല്ലില്ല രജത് സർ, അവര് യൂറോപ്പ് കോൺഫറൻസിൽ അവരെന്താ പറഞ്ഞെന്ന് വെച്ചാ മില്യൺസ്, നിങ്ങൾ ഈ സംഖ്യ ഒന്ന് നോക്കണേ, മില്യൺ എന്ന് വെച്ചാൽ 10 ലക്ഷം, മില്യൺസ് ഓഫ് മുസ്ലിംസ് വിൽ ലൂസ് ദെയർ സിറ്റിസൺഷിപ്പ്. അവരങ്ങനെയാണ് പറയാറുള്ളത്, റെക്കോർഡിലുണ്ട്. ഞാൻ അവരെ പറ്റി മാത്രമല്ല പറയുന്നത്, ഇങ്ങനെയാണ് എല്ലാരും പറയാറുള്ളത്. താങ്കൾ USA സമയത്ത് ബാരക് ഒബാമ താങ്കളോട് ചോദ്യം ചോദിച്ചില്ലേ? അതെ, ചില റിമാർക്സുകൾ പറഞ്ഞിരുന്നു. ഈ പറയുന്ന ലെസ് ലിബറൽ ലോകം ഇവർക്ക് മോദിജിയുടെ ഈ വിജയം സഹിക്കാൻ പറ്റാതെ ഇവരെന്നെ വിചാരിക്കണമെന്ന് വെച്ചാൽ ഇവരെ പോലുള്ള ജനങ്ങൾ ഇവിടെ ഉണ്ടെന്നും അവർക്ക് പൊളിറ്റിക്കൽ സക്സസ് കിട്ടാതെ വരുമ്പോ ഇവർക്ക് സപ്പോർട്ട് കിട്ടുന്ന പോലെ എന്തെങ്കിലും പറഞ്ഞല്ലേ പറ്റൂ. ഇല്ല, അവരൊക്കെ എന്താ പറയുന്നത് വെച്ചാൽ ഈ രാജ്യത്തെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റണം, മോദി ഒരു ഹിന്ദു നാഷണലിസ്റ്റ് ആണെന്ന്. നരേന്ദ്രമോദി നാഷണലിസ്റ്റ് ആണ്, അതെല്ലാവർക്കും കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. അവരോട് എനിക്കെന്താ പറയാനുള്ളതെന്ന് വെച്ചാ, നിങ്ങൾ സത്യം ചെയ്യുമ്പോ ബൈബിളിന്റെ പുറത്ത് കൈവച്ചല്ലേ സത്യം ചെയ്യുന്നേ, പറയൂ. മറ്റുള്ളവരെ കുറ്റം പറയുന്നത് വളരെ എളുപ്പമാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് എന്താണ് പറയുന്നത് വെച്ചാൽ, അദ്ദേഹം ഹിന്ദു എന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളുന്നു എന്ന്. പൂജയിലും പങ്കെടുക്കുന്നുണ്ട്, രക്ഷാബന്ധനിലും പങ്കെടുക്കുന്നുണ്ട്, ദീപാവലിയിലും പങ്കെടുക്കുന്നു. ഇവിടെ വന്നപ്പോൾ അദ്ദേഹം അമ്പലങ്ങളിലും പോയി. പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് ആരും ഒന്നും പറയുന്നില്ലല്ലോ. അതാ ഞാൻ പറയുന്നത്, ഇതൊരു പൊളിറ്റിക്കൽ അറ്റാക്കാണ്. ഇത് തീർച്ചയായിട്ടും ഒരു പൊളിറ്റിക്കൽ അറ്റാക്കാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു വെസ്റ്റേൺ ന്യൂസ് പേപ്പർ തുറന്നു നോക്കിയാ അതില് ഹിന്ദു നാഷണലിസ്റ്റ് മോദി ഗവൺമെന്റ് നിങ്ങളെപ്പറ്റി എന്തുകൊണ്ട് പറയാറില്ല? പറയൂ. ക്രിസ്ത്യൻ ഡെമോക്രാറ്റ്സ്, ക്രിസ്ത്യൻസിനെ പറ്റി, അവരുടെ നാടുകളെ പറ്റിയൊക്കെ അവരുടെ പാർട്ടീസില്ലേ. ഇത് നമുക്ക് എങ്ങനെയാ തടയാൻ പറ്റുക എന്ന് വെച്ചാ, നമ്മുടെ നാടിന്റെ ജനങ്ങൾ എന്നാണോ നമ്മുടെ സർക്കാരിന്റെ പുറത്ത് വിശ്വാസം വെക്കുക, അന്നാണ് എല്ലാ പ്രശ്നങ്ങളും ശരിയാകുന്നത്. ഇവിടെ നമുക്ക് വേണ്ടി നമ്മുടെ ഗവൺമെന്റ് എന്താ ചെയ്യാഞ്ഞതെന്ന് പറഞ്ഞ്, അവര് ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ലോൺ കൊടുക്കുന്നുണ്ട്, ഫൈനാൻഷ്യൽ എയ്ഡ്, അതായത് ജനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കാശ് കൊടുക്കുന്നുണ്ട്, ആവാസ് യോജന പ്രകാരം വീടുകൾ കൊടുക്കുന്നുണ്ട്, ജനങ്ങൾക്ക് ഹെൽത്ത് ആക്സസ് കൊടുക്കുന്നുണ്ട്, ആയുഷ്മാൻ ഭാരതിന്റെ ജൻ ആരോഗ്യ യോജന കൊടുക്കുന്നുണ്ട്, ജനങ്ങൾക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്, കൃഷിക്കാർക്ക് ഫെർട്ടിലൈസേഴ്സ് വാങ്ങാൻ അവരുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കാശിടുന്നുണ്ട്. ഈ ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം എവിടെയാണ് മതഭേദങ്ങൾ ഉള്ളതെന്നൊന്ന് പറയുക. ഏത് സിറ്റുവേഷനിലാണെങ്കിലും ആരെങ്കിലും വന്ന് എന്റെ പേര് ഇന്നതാണ്, അതുകൊണ്ട് എനിക്ക് ഇന്നത് കിട്ടിയില്ല എന്നാരെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇതിനെപ്പറ്റി ഒന്നും ആരും അവിടെ ഒന്നും സംസാരിക്കാറില്ല. പക്ഷേ ഇതെല്ലാം വളരെ പെട്ടെന്ന് നമ്മുടെ ഭാരതീയ മക്കൾ മനസ്സിലാക്കും എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഗവൺമെന്റിന്റെ ഏതൊരു സ്കീം ആണെങ്കിലും ശരി, ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും യാതൊരു വിധത്തിലുള്ള ഭേദവും കാണിക്കുന്നില്ല, അത് സമ്മതിക്കുന്നു. പക്ഷേ മുസ്ലിമിന്റെ ഉള്ളിൽ ഒരു ഇംപ്രഷൻ സൃഷ്ടിച്ചിരിക്കുകയാണ്. അതായത് ഈ സർക്കാർ നമുക്ക് എതിരായ ഒരു സർക്കാരാണ്, ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടക്കുന്നു, ചില സമയങ്ങളിൽ പോരാട്ടങ്ങൾ നടക്കുന്നു. അതുകൊണ്ട് അവരെ എതിർത്താണ് പല ആക്ഷനും എടുക്കുന്നതായി അവർ കരുതുന്നു. മറ്റേ രാജ്യങ്ങളിലൊന്നും ഇതൊന്നും നടക്കാറില്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അവരതെല്ലാം എങ്ങനെയാ മാനേജ് ചെയ്യുന്നതെന്ന് നിങ്ങൾ നോക്ക്. ഈ കാര്യങ്ങളൊക്കെ അവർ ഊതി വീർപ്പിക്കാറുണ്ടോ? ഇല്ല. യൂറോപ്പിൽ എന്താ നടക്കുന്നതെന്ന് നോക്ക്, UK എന്താ നടക്കുന്നതെന്ന് നിങ്ങൾ നോക്ക്, US എന്താ നടക്കുന്നത്. സോ ഇവരീ പറയുന്ന കോൺവെർസേഷൻ എല്ലാം വൺ സൈഡഡ് കോൺവെർസേഷൻ ആണ്. മറ്റൊരു കാര്യം, ഇവരൊക്കെ ഇവര് ചോദ്യം ചോദിക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ പറഞ്ഞ ഇവർ സമ്മതിക്കുന്നുമില്ല. ഒരു പക്ഷെ ഞങ്ങൾ അവരോട് എന്തെങ്കിലും ഉത്തരം പറയാൻ പോയാൽ അത് അവര് തെറ്റിദ്ധരിക്കാറുണ്ട്. ഞാനൊരു കാര്യം അറിഞ്ഞു, താങ്കൾ കാനഡയുടെ പ്രധാനമന്ത്രിയോട് ഖാലിസ്ഥാൻവാദികളെ പറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹം ശരിക്കും ഫീൽ ചെയ്തു എന്ന്. അതായത് കാനഡയുടെ കൂടെ നമുക്കുള്ള പ്രശ്നങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളും കുറെ വർഷങ്ങളായിട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട്. അവിടെയുള്ള ഖാലിസ്ഥാനിസും അവർക്ക് അവിടെ കിട്ടിയിരിക്കുന്ന ആ സ്പേസും അത് കുറച്ച് അധികം തന്നെ. ഒരു റിപ്പോർട്ട്സിൽ മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ആന്റി ഇന്ത്യൻ റഫറൻഡം നടക്കാൻ അനുവദിച്ചു എന്ന്.
ഞാനും ആ റിപ്പോർട്ട് കണ്ടിരുന്നു. നമ്മുടെ രാജ്യങ്ങൾക്കിടയിലുള്ള ഈ റിലേഷൻഷിപ്പിൽ അത് ഒട്ടും തന്നെ ശരിയല്ല. കാനഡയ്ക്ക് അത് തീരെ ശരിയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. വീണ്ടും ഇതുപോലുള്ള ഇൻസിഡൻസ് നടന്ന മറ്റു കാര്യങ്ങൾക്കും ഇത് ബാധകമാണ്. തെറ്റായിട്ടുള്ള ശീലങ്ങളുണ്ടാവും. പക്ഷേ ലണ്ടനിലെ ഹൈക്കമ്മീഷൻ ബിൽഡിംഗിന് മുന്നിൽ ഖാലിസ്ഥാന്റെ കൊടി പറപ്പിക്കുമെന്ന് പറഞ്ഞാൽ ആർക്കായാലും ദേഷ്യം വരില്ലേ? എന്താ ശരിയല്ലേ? നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് UK ഗവൺമെന്റിനോടൊപ്പം ഈ വിഷയത്തിനെതിരായിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു. അവരും അവരുടെ ഭാഗത്ത് നിന്ന് അവരുടെ ഹൈക്കമ്മീഷന്റെ പ്രൊട്ടക്ഷൻ കൂട്ടിയിരുന്നു. ഇതില് ആരൊക്കെയാണോ ഇൻവോൾവ് ആയിരുന്നത്, എന്റെ അറിവില് അവരുടെ പുറത്തൊക്കെ ഇപ്പൊ കേസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇവിടുത്തെ പോലീസുകാർ FIR ഇട്ടു. നമ്മുടെ പോലീസുകാർക്ക് ഇവിടെ നിന്ന് പോയി അവരെ പിടിച്ചുകൊണ്ട് വരാൻ സാധിക്കുമോ? UK നിന്ന് എനിക്ക് ചില ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അവിടെയും കുറച്ച് കേസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് FIR ആക്ച്വലി കൊടുത്തേ പറ്റൂ. കാരണം അത് സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ നാടിന്റെ സൈഡിലാണ്. അതായത് ഹൈക്കമ്മീഷൻ ഉള്ളത് തന്നെ നമ്മുടെ ഇന്ത്യയുടെ ഭൂമിയിലാണ്. ആദ്യം താങ്കൾ ഇത് പാകിസ്ഥാനികളാണ് ചെയ്തതെന്ന് പറഞ്ഞു, ISI ചെയ്തെന്ന് പറഞ്ഞു. പക്ഷെ ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടുന്ന അവരെന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നത്? ഇല്ല, അവരുടെ സ്ഥിതി ഇപ്പോൾ വളരെ മോശമാണ്, ഞാൻ സമ്മതിക്കുന്നു. അതുകൂടാതെ ഇതിനും കാരണങ്ങളുണ്ട്, അത് അവരും ആലോചിക്കണം. അതായത് ഈ അവസ്ഥയിലേക്ക് അവരെങ്ങനെ എത്തിയെന്നുള്ള കാര്യം അത് അവർ ചിന്തിക്കേണ്ടതാ. കാരണം അവരുടെ ഡെവലപ്മെന്റ് അവർ തന്നെ പൂർണ്ണമായിട്ട് നിർത്തിവെച്ചു. കാരണം അവരെല്ലാവരുടെയും ഫോക്കസ് അവരുടെ ആർമിയുടെ പുറത്തും പിന്നെ ടെററിസത്തിന്റെ പുറത്തായിരുന്നു. ഡിപ്ലോമാറ്റിക്കലി അവരെ കുറച്ച് ടൈറ്റാക്കി കളഞ്ഞു. അവരാണെങ്കിൽ പ്രസിഡന്റ് ബൈഡന്റെ അടുത്ത് വളരെ റിക്വസ്റ്റ് ചെയ്തെന്ന് കേട്ടു. പ്രിൻസ് സൽമാനോട് കുറച്ച് സമയമെങ്കിലും ഞങ്ങളുടെ രാജ്യത്ത് വന്നിരുന്നിട്ട് പോകാൻ പറയുക, ഞങ്ങൾക്ക് അത്രയും ബഹുമാനം കിട്ടുമെന്ന്. ഇല്ല, അതിനെപ്പറ്റിയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അതിനെപ്പറ്റിയൊന്നും അവരോട് പറഞ്ഞിട്ടില്ല. പക്ഷെ പണ്ടൊക്കെ US പ്രസിഡന്റ് ഇവിടേക്ക് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും പാകിസ്ഥാനിലേക്കും പോകാറുണ്ടായിരുന്നു. അതുപോലെ സൗദി രാജകുമാരനും അവിടെ പോകാറുണ്ടായിരുന്നു. ഇപ്പൊ എന്തുകൊണ്ട് അങ്ങനെയില്ല? ഒരു കാര്യം പറയാൻ രജത് സാർ, അതൊരു തരത്തിലുള്ള സംസ്കാരമാണ്. കാരണം ആ സമയത്ത് ജനങ്ങളെല്ലാം ഇന്ത്യയും പാകിസ്ഥാനെയും, ഞാൻ 1956 പറ്റിയാണ് സംസാരിക്കുന്നത്, 70s എന്നും പറയാം, മറ്റുള്ളവർ അതായത് അവിടെ ഇരിക്കുന്നവര് നമ്മുടെ ഈ രണ്ട് രാജ്യത്തെയും ഒരേ ലെവലിലാണ് നോക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച പല വർഷങ്ങളായിട്ട് നമ്മുടെ രാജ്യത്ത് വരുന്നവരും അവിടെയും പോകുമായിരുന്നു. കാരണം ഈ രണ്ട് രാജ്യങ്ങളും വളരെ അടുത്തായതുകൊണ്ട്. എൻ്റെ അറിവിൽ ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ ഇപ്പോൾ എല്ലാവരുടെ ഇൻട്രസ്റ്റും മാറിയിട്ടുണ്ട്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ലോകത്തിന്റെ ഇൻട്രസ്റ്റ് എവിടെയാ ഇപ്പോൾ? ടെക്നോളജിയുടെ പുറത്തേക്ക് മാറി. ടാലൻസിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, സെക്യൂരിറ്റിയിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. അവരെല്ലാം എന്താണ് വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഈ രാജ്യം, അതായത് ലോകത്തിൽ എന്തുമാത്രം പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ ഒന്നു ചേർന്ന് അതിനൊരു തീരുമാനം ഉണ്ടാക്കുക എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ആ പ്രതീക്ഷ നമ്മുടെ രാജ്യത്തിന്റെ പുറത്തുണ്ട്, പക്ഷെ അവരുടെ പുറത്തില്ല. അതുകൊണ്ട് പ്രതീക്ഷ തന്നെ ഇല്ലെങ്കിൽ ആരാണ് പിന്നെ അവിടെ പോവുക? ഒന്ന് പറഞ്ഞേ. ഒരു കാലത്ത് ടർക്കി അവരെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കരുതിയത്. പക്ഷേ ഇപ്പോൾ ടർക്കി എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ യുണൈറ്റഡ് നേഷനിൽ ഇന്ത്യക്ക് സ്ഥിരാംഗത്വം നൽകണമെന്നാണ്. ഇപ്പോ നമ്മൾ നോക്കിയ ഇക്കണോമിക്കലി നമ്മൾ 5ാമത്തെ സ്ഥാനത്താണ് ഇരിക്കുന്നത്. ഇനിയും കുറെ വളരാനുള്ള സാധ്യതയുണ്ട്. പോപ്പുലേഷനിൽ നമ്പർ 1ലാണ്. ഒരു പക്ഷേ പബ്ലിക്കിന്റെ അടുത്തേക്ക് പോയി ടെക്നോളജിയിൽ വളർന്ന 3 നാടുകളുടെ പേര് പറയുക എന്ന് പറഞ്ഞാൽ അവർ ഇന്ത്യയുടെ പേര് തീർച്ചയായിട്ടും പറയും. നമ്മുടെ സ്ഥിതി ഇവിടെ മൊത്തമായിട്ട് മാറിയിരിക്കുന്നു. അത് ജനങ്ങളും മനസ്സിലാക്കിയിരിക്കുന്നു. എല്ലാ രാജ്യങ്ങളും ഇതിനെപ്പറ്റി നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു. അതായത് ഈ G720 മെമ്പേഴ്സായ നാടുകളെല്ലാം, അതായത് ഈ മെമ്പർ കൺട്രീസ് എല്ലാം നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു. അതായത് ഇന്ത്യയുടെ പങ്കാളിത്തം അവിടെ വേണമെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മുടെ നാടിന്റെ വളർച്ച അവർ കാണുന്നുണ്ട്. നമ്മുടെ രാജ്യം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഭൂകമ്പമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളാണ് ആദ്യം ആ സ്ഥലത്തേക്ക് പോയി, അതായത് മറ്റേ നാടുകളെ അപേക്ഷിച്ച് നമ്മളാണ് ആദ്യം ഡിസാസ്റ്റർ ടീമിനെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ ആദ്യം ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങുന്നത്. ഒരു ഫീൽഡ് ഹോസ്പിറ്റലിൽ ഉണ്ടാക്കി നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അവിടെ പല ആൾക്കാർക്ക് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഡോഗ് സ്ക്വാഡൊക്കെ ഉണ്ടാവാറില്ലേ, നമ്മുടെ ഡോഗ് സ്ക്വാഡ്, അതൊക്കെ ഉപയോഗിച്ച് നമ്മൾ ജനങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട് ലോകം തന്നെ ഇന്ന് നമ്മളെ കാണുന്നത് മറ്റൊരു രീതിയിലാണ്. ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മളെക്കുറിച്ച് അഭിമാനം കൊള്ളണ്ടേ? നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാൻ എന്തെങ്കിലും ഭാവിയുണ്ടോ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ചോദ്യം ജനങ്ങളിൽ നിന്നാകട്ടെ. സർ, പല ഫോട്ടോസും വീഡിയോസും കണ്ടിട്ടുണ്ട്. പിയോക്കിൽ இருக்கிற ജനങ്ങൾ കുറേ ആൾക്കാർ ഇന്ത്യയോടെ സേക്കാൻ പറഞ്ഞ് ഡിമാൻഡ് ചെയ്യാ. മോഡി രാജ്യം അവർക്ക് ഹെൽപ്പ് ചെയ്യോ?
ഏകദേശം 30 വർഷം മുമ്പ് നമ്മുടെ പാർലമെന്റ് ഇതിനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അതെ, അതിന്റെ കൂടെ റെസൊല്യൂഷനും കൊടുത്തിട്ടുണ്ട്. ഈ POK എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഇന്റീഗ്രൽ പാർട്ടാണ്. യെസ്, ഇറ്റ് ഇസ് എൻ ഇന്റീഗ്രൽ പാർട്ട്. അത് ഇന്ത്യയുടെ ഭാഗമാണ്. അത് എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവൂന്ന് പറഞ്ഞു. ഈ പ്രശ്നത്തിന് അപ്പോൾ തന്നെ ഒരു റെസൊല്യൂഷൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇത് ഇപ്പോ ഒരു അനന്തരാവകാശമായിട്ട് ഒരു തുടർക്കഥയായിട്ട് തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അടുത്ത എന്താ സംഭവിക്കാൻ പോണേന്ന് നമ്മൾ വെയിറ്റ് ചെയ്ത് കണ്ടേ പറ്റൂ. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, ഇത്രയും നേരം ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന പോലെ ലോകം തന്നെ മാറിക്കൊണ്ടിരിക്കുക, ഇന്ത്യയും മാറിക്കൊണ്ടിരിക്കുക, അവിടെ പാകിസ്ഥാനും മാറുന്നു. അതുകൊണ്ട് തന്നെ ഈ സംഗതി ഏത് ഡയറക്ഷനിലേക്ക് നോക്കിക്കൊണ്ട് പോവുകയാണെന്നുള്ള ഇപ്പൊ പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാ ചോദിക്കുന്നത്, പാകിസ്ഥാന്റെ മാപ്പിംഗ് മാറാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല, അത് POK തീർച്ചയായിട്ടും പാകിസ്ഥാന്റെ മാപ്പിലില്ല. അത് ഇന്ത്യയുടെ മാപ്പിൽ മാത്രമേ ഉള്ളൂ.